കോട്ടയം കടുത്തുരുത്തിയിൽ 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന ജൈവ വൈവിധ്യ മണ്ഡലം. ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്ക് മാംഗോ മെഡോസ്. 125 കോടി ചെലവിൽ 14 വർഷം കൊണ്ടാണ് മരങ്ങളും മത്സ്യക്കുളങ്ങളും ഒരുക്കി പാർക്കിന്റെ നിർമ്മാണം കല്ലറ സ്വദേശിയായ NK കുര്യൻ പൂർത്തീകരിച്ചത്. എന്നാൽ കോവിഡ് കുര്യന്റെയും മാംഗോ മെഡോസിന്റെയും സ്വപ്നങ്ങൾക്ക് വില്ലനായി. പാർക്ക് അടച്ചിട്ടു. മാംഗോ മെഡോസ് ജപ്തി ഭീഷണിയിലായി. അന്ന് കുര്യൻ പറഞ്ഞത് ഇങ്ങനെ: തിരിച്ചടവ് മുടങ്ങി. NBI അക്കൗണ്ട് ആയതുകൊണ്ട് അവർക്ക് ഇപ്പോൾ 25 കോടി 13 കോടിയാണ് നമ്മൾ ലോൺ എടുത്തത്. അത് 25 കോടിയായി. 23% പലിശ ഒരു പ്രൈവറ്റ് ബാങ്കായിരുന്നു. അപ്പോൾ അത് 25 കോടിയായി. ഇപ്പോൾ ഒറ്റ അടിക്ക് നമ്മൾ അടയ്ക്കണം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പൊതുപ്രവർത്തകരുടെ സഹായത്തോടെ ക്രൗഡ് ഫണ്ടിംഗ് തുടങ്ങി. ജനങ്ങൾ നൽകുന്ന തുകയ്ക്ക് 5 കൊല്ലം കൊണ്ട് മാംഗോ മെഡോസിന്റെ സേവനങ്ങൾ തിരികെ നൽകുന്നതായിരുന്നു പദ്ധതി. ഇതിനെ നിലനിർത്തണം. നമുക്കൊരു ഫാക്ടറി ആണെങ്കിൽ പൂട്ടിയിട്ട് പോകാം. തിയേറ്റർ ആണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തിട്ട് തൽക്കാലം പിന്നെ തുറക്കുമ്പോൾ പൊടി തട്ടി എടുത്താൽ മതി. പക്ഷേ ഇത് നിലനിർത്തുകയും വേണം. അതിന് എനർജി വേണം, കറണ്ട് വേണം, ഭക്ഷണം വേണം, ഈ കാര്യങ്ങളെല്ലാം വേണം. ഇതെല്ലാം കൂടെ ഒരാളിലേക്ക് എന്താ പറയുക, കോടിക്കണക്കിന് ജീവനുകളുടെ ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് വരുന്നൊരവസ്ഥ. ഒടുവിൽ കോവിഡിന്റെ നിയന്ത്രണങ്ങൾ മാറി. സഞ്ചാരികളെ കൊണ്ട് പാർക്ക് സജീവമായി. മാംഗോ മെഡോസ് ട്രാക്കിലായി. പൂർണ്ണമായും ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ അവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ശുഭപ്രതീക്ഷയുണ്ട്. കാരണം അതിനെ നമുക്ക് മറികടക്കാൻ കഴിയും. ആ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് പോകുന്നത്. എല്ലാം അവസാനിച്ചെന്ന് കരുതിയ കോവിഡിന്റെ കറുത്ത ദിനങ്ങളെയും അതിജീവിച്ച് മാംഗോ മെഡോസ് മുന്നോട്ട് നടക്കുകയാണ്. കരുത്തായത് കുറേ നല്ല മനുഷ്യരാണ്. അനന്ത സുരേഷിനൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.